പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമാക്കുന്ന ക്ലാസ്സുകളാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് യൂണിറ്റ് 2 പഠ്തേ രഹോ ബഡ്തേ രഹോ എന്നതിലെ ഹം ഭി കുച്ച് കർ സക്തേ ഹെ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനം നോക്കാം. വളരെ പെട്ടെന്നാണ് നമ്മുടെ ഈ വർക്കുകളൊക്കെ ചെയ്തു പോകുന്നത്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക. തസ്വീർ കെ നീച്ചെ മുനാസിബ് പേശാ കെ നാം ചുൻകർ ലിഖിയെ. തസ്വീറിന് താഴെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ താഴെ മുനാസിബായ പേശയുടെ പേര് എഴുതുക എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പേശ കെ നാം എന്ന് കൊടുത്തിട്ടുണ്ട്. പേശ എന്ന് പറഞ്ഞ തൊഴിലാണ്. പേശവർ എന്ന് പറഞ്ഞ തൊഴിലാളികൾ. പേശവർ തൊഴിലാളികൾ. പേശ എന്ന് പറഞ്ഞാൽ തൊഴിലുകൾ ആണ് കേട്ടോ. തൊഴിലുകളും തൊഴിലാളികളും. ഇവിടെ തൊഴിലാളികളാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, കുലി, കിസാൻ, പോലീസ്, സുനാർ, നഴ്സ്, ഡാക്കിയ, ബഡൈ. ഇത്രയും ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു പ്രവർത്തനം തരുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നവ ആദ്യം എഴുതുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്നത്. നമുക്കിതിൽ ഒറ്റനോട്ടത്തിൽ അറിയാവുന്നവയൊക്കെ പെട്ടെന്ന് എഴുതുക. ഉദാഹരണം, ഇത് എല്ലാവർക്കും പരിചയമുള്ളതാണ്, കിസാനാണ്. ഇത് ഡോക്ടറാണ്. ഇത് നമ്മൾ മലയാളത്തിലും ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. ഡോക്ടറിനും ഡോക്ടറാണ്. അതുപോലെ പോലീസിനും പോലീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നഴ്സിന് നഴ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് കത്തായിരുന്നു. ആ കത്തിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചതാണ് ഡാക്കിയ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ നമ്മളിവിടെ എഴുതി. ഇത് കിസാൻ. ഓക്കെ, കിസാൻ. പിന്നെ മൂന്നാമത്തത് ഇതെന്താണ്, ഡോക്ടർ. അപ്പോൾ നമ്മൾ ഡോക്ടർ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് എഴുതി, ഇവിടെ എഴുതി. ഇനി ഇത് തൊട്ടടുത്ത് ഡാക്കിയയാണ്. ഡാക്കിയ ഇവിടെ ഉണ്ട്. ഡാക്കിയ ഇവിടെയൊക്കെ എഴുതി. ഇനി തൊട്ടടുത്ത് നമുക്ക് പരിചയമുള്ളത് പോലീസാണ്. പോലീസ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. ആ പോലീസ് എന്നത് ഇവിടെ എഴുതുക. അതിന് ശേഷം പിന്നെ നഴ്സ്. നഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നഴ്സ് തന്നെയാണ്. ആ നഴ്സ് എന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് താഴെ ഇവിടെ എഴുതുക. ഇനി ബാക്കിയുള്ളത് 1, 2, 3 ആണ്. ഈ 3 എണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. ഈ 3 എണ്ണത്തിൽ നമ്മൾ അറിയാവുന്ന പദം വെച്ച് എഴുതാം. ഇവിടെ കുറേ മാലയും വളയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആഭരണമാണ്. ആഭരണം ഉണ്ടാക്കുന്നത് സ്വർണം കൊണ്ടാണ് അല്ലേ. ആഭരണം ഉണ്ടാക്കുന്നത് സ്വർണം കൊണ്ടാണ്. അപ്പോൾ സ്വർണം എന്നതിൻ്റെ ഉറുദു സോന എന്നാണ്. സോന എന്നതുമായി ബന്ധപ്പെട്ട ഒരു പദം ഇവിടെ ഉള്ളത് സുനാർ എന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സുനാർ എന്നെഴുതാം. ഓക്കെ, സുനാർ എന്നെഴുതാം. ഇനി ബാക്കിയുള്ളത് 2 എണ്ണമാണ്, ഇതും ഇതും. ഇനി നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. ഇത് കുലിയാണ്. രണ്ടാമത്തെ ചിത്രം കുലിയാണ്. അവസാനത്തെ ഈ ചിത്രം ബഡൈ ആണ്. ബഡൈ ആശാരി. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബഡൈ എന്നത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൊണ്ട് അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് പസന്ദീദ ഏക്ക് പേശാ കെ ബാരെ മേ ചന്ദ് ജുംല ലിഖിയെ. ഇഷ്ടപ്പെട്ട ഒരു തൊഴിലിനെ കുറിച്ച് ചില സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ പലർക്കും പല തൊഴിലായിരിക്കും ഇഷ്ടപ്പെടുക. ചിലർക്ക് പോലീസായിരിക്കും അല്ലേ, പോലീസിൻ്റെ ജോലിയായിരിക്കും. ചിലർക്ക് ഡോക്ടറുടെ പണിയായിരിക്കും. ചിലർക്ക് കൃഷിപ്പണിയായിരിക്കും അല്ലേ. അപ്പോൾ പല തരത്തിലുള്ള തൊഴിലുകളുണ്ട്. അതിൽ പലരുടെയും ഇഷ്ടങ്ങൾ പലതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഖേത്തിയെക്കുറിച്ച് എഴുതാം. ഖേത്തിയിൽ പണിയെടുക്കുന്നത് കിസാനാണ്. കിസാൻ ഖേത്ത് മേം काम करता है. ओके, रेडी अल्ले. किसान खेत में काम करता है. किसान खेत में खेती बाड़ी करता है. खेती बाड़ी എന്ന് പറഞ്ഞാൽ കൃഷി എന്നാണ് കേട്ടോ. खेती बाड़ी എന്ന് പറഞ്ഞാൽ കൃഷി എന്നാണ്. ഓക്കെ, അടുത്തത് കിസാൻ ഖേത്തിൽ എന്തൊക്കെ ഉണ്ടാക്കും. കിസാൻ खेत में तरकारियाँ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ കേട്ടോ. ഉഗാത്തെ ഹൈ.
അല്ലെ ഉഗാത്തേ ഹൈ. ഓക്കെ, ഉഗാത്തേ ഹൈ. ഇനി ഇതേ വരി തന്നെ, അഥവാ കിസാൻ ഖേത്ത് തർക്കാരിയ ഉഗാത്തേ ഹെ എന്ന ഇതേ വരി തന്നെ നമുക്ക് അടുത്ത വരിയിൽ ചെറിയൊരു മാറ്റത്തോടു കൂടി തർക്കാരിയ എന്നതിന് പകരം അനാജ് എന്നെഴുതാം. ഇതുപോലെ നമുക്ക് കുറേ മാറ്റി മാറ്റി എഴുതാവുന്നതാണ്. അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ ഉണ്ടാക്കുന്നു. കിസാൻ ഹർ ദിൻ മെഹനത്ത് കർത്തേ ഹൈ. ഈ രീതിയിൽ നമുക്കെന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട തൊഴിലിനെ കുറിച്ച് നമുക്ക് സെൻറ്റൻസുകൾ എഴുതാം. കിസാൻ ഖേത്ത് മേ കാം കർത്താ ഹെ, കിസാൻ ഖേത്ത് മേ ഖേത്തി ബാടി കർത്താ ഹെ, കിസാൻ ഖേത്ത് മേ തർക്കാരിയാ ഉഗാത്തേ ഹൈ, കിസാൻ ഖേത്ത് മേ അനാജ് ഉഗാത്തേ ഹെ, കിസാൻ ഹർ ദിൻ മെഹനത്ത് കർത്തേ ഹെ, അച്ചി തര മെഹനത്ത് കർത്തേ ഹെ. ഇതുപോലെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത വർക്ക്. സ്കൂൾ കെ കരീബ്, സ്കൂളിൻ്റെ അടുത്ത് കുറച്ച് തൊഴിലാളികൾ ഇമാറത്ത് ബനായി ജാ രഹി തി, ഒരു ബിൽഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉന്മേ ഏക്ക് ഗരീബ് ലഡ്കാ ബി ഹെ, അവയിൽ ഒരു ഗരീബ് ലഡ്കയും ഉണ്ടായിരുന്നു, പാവപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. ബാബു ഉസ്കെ പാസ് ഗയ ബാത്തേം കർനെ ലഗ, ബാബു ആ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എഴുതാനാണ് നമുക്ക് വർക്കുള്ളത്. അപ്പോൾ ബാബു എന്തൊക്കെയാണ് ആ കുട്ടീനോട് ചോദിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെയായിരിക്കും അതിന് മറുപടി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതാനാണ് വേണ്ട. ആപ്പ് കാ ഘർ കഹാ ഹെ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ആപ്പ് കാ ഘർ കഹാ ഹെ എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആപ്ക എന്നതാണ് ആദ്യത്തിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ, താങ്കളുടെ എന്നൊക്കെയാണ്. ഘർ എന്ന് പറഞ്ഞാൽ വീട്, കഹ എവിടെ, ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു. താങ്കളുടെ വീട് എവിടെയാകുന്നു. നമ്മൾ മലയാളത്തിൽ നിങ്ങളോട് നിങ്ങളുടെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എൻ്റെ വീട് ഇന്ന സ്ഥലത്താണെന്ന് പറയും, അല്ലേ? അപ്പോൾ എൻ്റെ വീട് എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിന് നമ്മൾ എഴുതുക മേരാ ഘർ എന്നാണ്. മേരാ ഘർ. ഇനി സ്ഥലം എഴുതും. കഹാ എന്നതാണ് ചോദ്യം, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് എഴുതാം. നിലമ്പൂർ മെഹെ, എൻ്റെ വീട് നിലമ്പൂരിലാണ് എന്നെഴുതാം, നിലമ്പൂർ മെഹെ. അതുപോലെ ഇഷ്ടമുള്ള പേര് അവിടെ എഴുതാം. ഞാൻ ജസ്റ്റ് ഉദാഹരണം എന്നുള്ളിടത്ത് നിലമ്പൂർ എന്നെഴുതിയാണ്. അതുപോലെ നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേരോ എന്തോ അവിടെ എഴുതാം എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം അടുത്ത ചോദ്യം ആപ്പ് ക്യോ സ്കൂൾ നഹി ജാത്തെ എന്നുള്ള ചോദ്യമാണ്. ആപ്പ് ക്യോ സ്കൂൾ നഹി ജാത്തെ. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മളെ പാഠത്തിലുണ്ട്. ആ പാഠത്തിലുണ്ട്. ഏത് പാഠം? നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാഠത്തിൽ ഹംബി കുച്ച് കർ സക്തേ ഹെ എന്ന ആ പാഠത്തിൽ തന്നെ അതിലുണ്ട്. മുझे स्कूल जाने का मौका नहीं, तो मुझे स्कूल जाने का मौका नहीं, എനിക്ക് സ്കൂളിൽ പോകാനുള്ള അവസരമില്ല. അപ്പോൾ ഇനി അതിന് ശേഷം ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, ഉത്തരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ചോദ്യം ക്യോ എന്ന ചോദ്യം മാത്രമാവാം, കൂടുതലൊന്നും വേണ്ട. എന്താ സ്കൂളിൽ പോകാൻ അവസരമില്ലാത്തത് എന്നുള്ള ചോദ്യം. അപ്പോൾ അവിടെ എഴുതാ മുझे മാ ബാപ്പ് നഹി ഹെ, മാ ബാപ്പ് നഹി ഹെ. എന്നുള്ള രീതിയിൽ എഴുതും. നിങ്ങൾക്ക് ഉമ്മയും ഇല്ല എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, ഇനി മാ ബാപ്പ് കോ ക്യാ ഹുവ എന്ന ചോദ്യം ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? അപ്പോൾ നമുക്കൊരു തൽക്കാലം ഒരു മറുപടി എന്നുള്ള രീതിയിൽ വോ തോ ബഡി ബാത്ത് ഹെ, വോ തോ ബഡി ബാത്ത് ഹെ, അതൊരു വലിയ സംഭവമാണ്, വലിയ കാര്യമാണ്. ജറാ
मुझे भी बताओ ना, ज़रा मुझे भी बताओ ना, എന്താ എനിക്ക് പറഞ്ഞു തരൂലേ എന്ന് ചോദിക്കാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാം. ആ രീതിയിൽ നമുക്ക് സംഭാഷണം അങ്ങനെ പൂർത്തീകരിച്ച് എഴുതാം. ചെറിയ ചെറിയ ചോദ്യങ്ങളും ചെറിയ ചെറിയ ഉത്തരങ്ങളുമായിട്ട് സംഭാഷണം എഴുതി ശീലിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രവർത്തനം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാം. ഇന്ത്യയിൽ ഒരുപാട് കുട്ടികളുണ്ട്, അവർ പിന്നെ താലീം സെ ദൂർ ഹെ, വിദ്യാഭ്യാസത്തിൽ നിന്ന് ദൂരെയാണ്. അഥവാ സ്കൂളിലൊന്നും പോവാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഇവിടെ കുറച്ച് ഇഷാരകൾ കൊടുത്തിട്ടുണ്ട്. ആ ഇഷാര ഉപയോഗിച്ചിട്ട് നമുക്ക് ചില സെൻറ്റൻസുകൾ എഴുതണം, ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തൽക്കാലം ചെറിയ ചെറിയ സെൻറ്റൻസ് എഴുതാം. ഗരീബി ദൂർ കർണ എന്നതിലെ ഗരീബി ദൂർ കർണ ഹമാര ഫർസ് ഹെ എന്ന ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി റോസി റോട്ടി എന്നുള്ളതാണ്. ഈ റോസി റോട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ऐसे बच्चों को रोज़ी रोटी देना है അത്തരത്തിലുള്ള കുട്ടികൾക്ക് ദിവസത്തിലുള്ള ദൈനംദിന ഭക്ഷണം നൽകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലെ ഉച്ചഭക്ഷണവും ചില സ്കൂളിലൊക്കെ പ്രഭാത ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലുള്ള മറ്റൊരു ഇഷാര മദദ് കർണ എന്നുള്ളതാണ്. മദദ് കർണ അല്ലേ, മദദ് കർണ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ഏസെ ബച്ചോങ്കോ, നമ്മൾ എല്ലാ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഏസെ ബച്ചോങ്കോ കിതാബേ, പുസ്തകങ്ങൾ, കപ്പടെ വസ്ത്രങ്ങൾ, ഓർ ജരൂരി ചീസേ, അവർക്ക് പഠിക്കാൻ ആവശ്യമായ മറ്റ് ആവശ്യ വസ്തുക്കളൊക്കെ ദേക്കർ കൊടുത്തിട്ട് മദദ് കരേം, സഹായിക്കാം. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ പുസ്തകങ്ങൾ കൊടുക്കുക, വസ്ത്രങ്ങൾ കൊടുക്കുക, അതുപോലെ അവർക്ക് ആവശ്യമുള്ള മറ്റ് പഠന ഉപകരണങ്ങൾ, വസ്തുക്കളൊക്കെ നൽകിയിട്ട് അവരെ നമുക്ക് സഹായിക്കാം. പഠായി അല്ലേ, പഠായി എന്നതിൽ കാര്യമായിട്ട് എന്താണ്, അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. പഠായിക്ക മോക്കാതെ, പഠിക്കാനുള്ള അവസരങ്ങൾ നൽകാം അല്ലേ, അവർക്ക് പഠിക്കാനുള്ള അവസരം നൽകാം. നൗക്കരി, നൗക്കരി പറഞ്ഞാൽ എന്താ, പിന്നെ ജോലിയാണ് അല്ലേ. ഐസേ പിന്നെ ഉൻകെ, അവരുടെ, ഉൻകെ മാ ബാപ് കോ നൗക്കരി ദേ, അവരുടെ ചെറിയ ചെറിയ ജോലികളൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഗരീബിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെ, ഈ ഒരു വരി തന്നെ നമുക്ക് 3-4 സെൻറ്റൻസ് ആക്കി നൽകാവുന്നതാണ്. ऐसे बच्चों को किताबें देकर मदद करें. അടുത്ത വരി बच्चों को कपड़े देकर मदद करें. ऐसे बच्चों को पैसा देकर मदद करें. ऐसे बच्चों को ज़रूरी चीज़ें देकर मदद करें. ഈ രീതിയിൽ ഒരേ സെൻറ്റൻസിനെ തന്നെ നമുക്ക് 3-4 സെൻറ്റൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇതുപോലെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ എഴുതി പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. അത് ആ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, പൂർത്തീകരിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം.